ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ മീൻ ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മസാലയ്ക്കുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പെരിഞ്ചീരകവും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കാശ്മീരിയും നോർമൽ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടിയും ഒരു ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ലേശം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ അരപ്പ് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്കിനി നമ്മുടെ മസാല മീനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെറിയ മീനുകളാണെങ്കിലും വലിയ മീൻ ആണെങ്കിൽ പോലും ഈ മസാല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അത് നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമുക്ക് തലേദിവസം സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം വറുത്താൽ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നമ്മുടെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മീൻ എടുത്ത് വെച്ച് കൊടുക്കാം. നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിതിലേക്ക് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ മീനിപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മീനിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ മതിയായിരുന്നു. എനിക്ക് മീൻ പെട്ടെന്ന് ഫ്രൈ ആവുന്നതുകൊണ്ടാണ് 10-15 മിനിറ്റ്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ അനുസരിച്ചിട്ടാണ് ഓരോ ഫ്രൈയിങ് ടൈം ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫിഷ് ഫ്രൈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.